നമസ്കാരം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ പോവുകയാണ്, സംഭവിക്കുകയാണ്. നല്ലതിന് വരട്ടെ, നല്ലതായി വരട്ടെ. സൂര്യകുമാർ യാദവ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുമ്പിലുള്ള ആ കളിക്ക് മുമ്പ് പറഞ്ഞത് അഭിഷേക് ശർമ്മയും തിലക് വർമ്മയൊക്കെ മാറ്റിക്കൊണ്ട് സഞ്ജു സാംസണെ കളിപ്പിക്കണോ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. ഇവിടെ ആരെങ്കിലും മാറ്റിക്കൊണ്ട് വേറൊരു കളിക്കാരനെ എടുക്കണം എന്നല്ല പറയുന്നത്. നല്ല ഫോമിൽ കളിക്കുന്ന ഒരു കളിക്കാരൻ, ഫസ്റ്റ് ബോൾ തന്നെ സിക്സ് അടിക്കാൻ കഴിവുള്ള ഒരു കളിക്കാരൻ, അയാൾ അടുത്ത ബോളിൽ ഔട്ടാണോ ഇല്ലയോ എന്നുള്ളതല്ല, അയാളുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡാണ് നമ്മളവിടെ കാണേണ്ടത്. അങ്ങനെ പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളെ ആ കളിക്കാരനെ, ഏതൊരു കളിക്കാരനാവട്ടെ, സഞ്ജു സാംസൺ തന്നെയല്ല, ഏതൊരു കളിക്കാരനാവട്ടെ, അങ്ങനെ ക്യാപ്റ്റനെ പോലെയുള്ള ഒരാൾ, ക്യാപ്റ്റൻ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. സഞ്ജു സാംസണെ കളിപ്പിക്കുന്നില്ല, അതിൻ്റെ കാരണം പറയുക. ഇപ്പോൾ ശക്തരായിട്ടുള്ള 2 പേരുണ്ട്, അഭിഷേക് ശർമ്മയുണ്ട്, തിലക് വർമ്മയുണ്ട്. അതുകൊണ്ട് സഞ്ജു സാംസൺ അവിടെ ഈ കളിയിൽ ഇടമില്ല എന്നായിരുന്നു പറയേണ്ടത്. അതിന് പകരം അവരുമായിട്ട് താരതമ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് കടന്ന കൈയാണ്. നമുക്കറിയാവുന്നതുപോലെ 3 കളികളിൽ 0 പുറത്തായ ഒരാളാണ് അഭിഷേക് ശർമ്മ. പിന്നീട് വന്ന ഒരു കളിയിലാണ് 15 റൺസ് എടുത്തത്. ആ കളി ഇന്ത്യ തോൽക്കുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയോട് ഇന്ത്യ തോൽക്കുകയും ചെയ്തു, നമുക്കറിയാം. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് വീണ്ടും സഞ്ജുവിനെ ഈ കളിയിൽ സിംബാബ്വേയായിട്ടുള്ള സൂപ്പർ 8 സിംബാബ്വേയായിട്ടുള്ള കളിയിൽ കളിക്കാനുള്ള അവസരം കൊടുത്തത്, ടീം മാനേജ്മെൻറ്റ് കൊടുത്തത്. അവിടെയും നോക്കുക, 15 ബോളിൽ നിന്ന് 24 റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. 7 ബോളിൽ നിന്ന് 22 അടിച്ച ആളും 15 ബോളിൽ നിന്ന് 24 അടിച്ച ഒരാളും കളിക്ക് അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ. ഏതായാലും മോശക്കാരനല്ല. അതുപോലെ വിക്കറ്റ് കീപ്പിങ്ങിൽ 2 കളികളിലും നല്ല ഫ്ലൈയിങ് ക്യാച്ച് എടുത്ത ആളാണ് സഞ്ജു സാംസൺ. നമുക്കറിയാം സഞ്ജു സാംസൺ എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരാളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, ഇനി മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. കാരണം ഇവിടെ വെസ്റ്റ് ഇൻഡീസിനെതിരെ 50 ബോളിൽ നിന്ന് 97 റൺസ് അടിച്ച് ഇന്ത്യയെ സെമിയിലേക്ക് എത്തിച്ച കളിക്കാരനാണ്. ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു അത്. കാരണം അഭിഷേക് ശർമ്മ ക്ലിക്കായില്ല, ഇഷാൻ കിഷൻ ക്ലിക്കായില്ല, ഒക്കെ 10 റൺസിനാണ് ഔട്ടായത്. 18 റൺസിനാണ് സൂര്യകുമാർ യാദവ് ഔട്ടായത്. സിംബാബ്വേയായിട്ടുള്ള കളിയിൽ 50 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യ ഔട്ടായി. തിലക് വർമ്മ നിർഭാഗ്യവശാൽ ഔട്ടായി. തിലക് വർമ്മയൊക്കെ നല്ല കളിക്കാരൻ. ഇവരൊക്കെ നല്ല കളിക്കാരാണെന്നേ, എല്ലാവരും നല്ല കളിക്കാരാണ്. നമുക്ക് ആരെയും അതില്ല. മനഃപൂർവ്വം ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ എന്നൊക്കെ ആളുകൾ സംശയിക്കുന്നത് വെറുതെ അല്ലല്ലോ. അതിൻ്റെ പിന്നിലൊക്കെ ഉള്ള ഗൂഢാലോചനയും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് മനുഷ്യനല്ലേ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാവും. മനുഷ്യനാണല്ലോ, മനുഷ്യൻ മാത്രമാണ് നന്ദിയില്ലാത്ത ഒരു മൃഗം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് മാത്രമാണ് നന്ദിയില്ലായ്മ ഉള്ളത്. കൂട്ടുകാരനാണെന്നാണ് പറയുന്നത്. സഞ്ജു സാംസൻ്റെ കൂട്ടുകാരനാണ് സൂര്യകുമാർ യാദവ്. സഞ്ജു സാംസനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കോച്ചാണ് ഗൗതം ഗംഭീർ. എന്നിട്ട് എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ ഈ മഴ വരുന്നത് പോലെ, വേനൽക്കാലത്ത് മഴ വരുന്നത് പോലെ വന്നു പോകുന്നത്? ഒരു 3 കളിയെങ്കിലും അടുപ്പിച്ച് കളിക്കണം. ഒരു കളിയിൽ തോറ്റുപോയി എന്ന് കരുതി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. പല കളികളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി ആ കളിക്കാരൻ്റെ ആ പൊട്ടൻഷ്യലിനെ, ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ഒരു കളിക്കാരനൊരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിലും വീട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഒരാൾക്ക് എതിരായി കഴിയുമ്പോൾ അയാൾ എങ്ങനെയായാലും ഡിമ്മായി പോകും. പക്ഷേ ഇവിടെ സഞ്ജു സാംസണെ പോലുള്ള ഈ കളിക്കാരൻ ഡിമ്മാവാതെ നിന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആത്മബലം തന്നെയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ മനോബലം തന്നെയാണ്. ആത്മബലം എന്ന് പറയുമ്പോൾ മനോബലം തന്നെയാണ്. ആ മനോബലം കൊണ്ടാണ് അദ്ദേഹത്തിന് 97, ശരിക്കും 100 റൺസ് അടിക്കാനുള്ള അർഹതയുള്ള ആൾ തന്നെയായിരുന്നു സഞ്ജു സാംസൺ. അവിടെ ഹാർദിക് പാണ്ഡ്യ നല്ല രീതിയിൽ ടീം ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സെഞ്ചുറി അടിക്കുക എന്നുള്ളതൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം.
ടീം ജയിക്കുക. സെഞ്ചുറിയേക്കാൾ എത്രയോ മൂല്യവത്തായിട്ടുള്ള 97 റൺസാണ് സഞ്ജു സാംസൺ അടിച്ചത്. ഇനിയെങ്കിലും നമ്മുടെ ടീം മാനേജ്മെൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഇംഗ്ലണ്ടുമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടുമായിട്ട് കളിക്കാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടീം ഇങ്ങനെ പോയാൽ പോരാ. സഞ്ജു സാംസനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ലല്ലോ ടീം എന്ന് പറയുന്നത്. ടീം വർക്കിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതാണ് കാണുന്നത്. കാരണം സിംബാബ്വെയായിട്ടുള്ള കളിയിൽ ശിവം ദുബെ 2 ഓവറിൽ നിന്നും 42 റൺസാണ് വിട്ടുകൊടുത്തത്. ഇതൊക്കെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? ഇങ്ങനെയൊക്കെയാണോ കളിക്കുന്നത്? അത് മനസ്സിലാക്കാതെ വീണ്ടും ക്യാപ്റ്റന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സൂര്യകുമാർ യാദവ് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ പെരുമാറുന്നത്. ഇനി അങ്ങനെ അങ്ങോട്ട് പോരാ. നമുക്ക് ഫൈനലിലേക്ക് എത്തണം. കപ്പും മേടിക്കണം. അതിനുള്ള പവർ, ചങ്കൂറ്റം പവർ നമ്മുടെ ഈ ടീമിനുണ്ട്, നമ്മുടെ ഈ ടീമിലെ അംഗങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഇതേ നിലവിലുള്ള ഈ ടീം തന്നെ പോയാലും മതി, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപ് യാദവിനെ കൊണ്ടുവരാം. കുഴപ്പമൊന്നുമില്ലാത്ത ഒരു കാര്യം തന്നെയാണത്. ഇങ്ങനെ പോയാൽ മതി. ഈ വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപ് യാദവിനെ കൊണ്ടുവരാം. അങ്ങനെ ഒരു മാറ്റം മാത്രം വരുത്തിക്കൊണ്ട് ടീം മുന്നോട്ട് പോവുകയാണെങ്കിൽ ടീം ഉറപ്പായിട്ടും സഞ്ജു സാംസൺ ടീമിലുണ്ടെങ്കിൽ കപ്പ് നമ്മൾ നേടുമെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു മലയാളി താരം ടീമിലുണ്ടെങ്കിൽ കപ്പ് നേടും എന്നുള്ള ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അല്ലേ? നമ്മളത് മനസ്സിലാക്കണം. ഓരോരുത്തരും അത് മനസ്സിലാക്കണം. നമുക്ക് വേണ്ടത് ഒരു രാജ്യം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് കപ്പ് നേടാൻ വേണ്ടി രാജ്യം മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. മനമുരുകി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇന്ത്യ ജയിക്കണം എന്നുള്ളതാണ്. പാകിസ്ഥാനുമായിട്ട് കളിക്കുമ്പോൾ പാകിസ്ഥാൻ ജയിക്കണമെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. പാകിസ്ഥാൻ ജയിക്കണമെന്ന് വിചാരിക്കുന്നവന്മാരൊക്കെ ശൂദ്രന്മാരാണ്. ഇന്ത്യൻ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ, ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു ശത്രുവിനും നമ്മൾ കാണിച്ചിട്ടില്ല. ഇവന്മാർ വർഷം ഇവിടെ വന്ന് തീവ്രവാദം നടത്തി പോകുന്നു. അവരുടെ ചില ലക്ഷ്യങ്ങളുണ്ട്, അത് നടക്കില്ല. വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മതസംസ്ഥാപനാർത്ഥായം ആയിട്ടുള്ള അവരുടെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മതത്തിൽ, അവരുടെ കിതാബിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന അതൊക്കെ ആയിരിക്കും. അതൊന്നും പക്ഷേ ഇന്ത്യൻ മണ്ണിൽ വേവില്ല എന്നുള്ള കാര്യമാണ് അവർ മനസ്സിലാക്കേണ്ടത്. അവരുടെ മൂത്താപ്പേനെ അവരുടെ മൂത്താപ്പേനെ തട്ടി. അപ്പോൾ വാളെടുത്തവൻ വാളാൽ. ഹമാസിനെ പറഞ്ഞു വിട്ട്, ഒക്ടോബർ 7 ഹമാസിനെ പറഞ്ഞു വിട്ട് അവിടുത്തെ കുരുന്നുകളെ വരെ അറുത്ത് മുറിച്ച് എന്താ അതിനൊക്കെ പറയുക, നമ്മളെന്താ അതിനൊക്കെ പറയുക? അങ്ങനെയുള്ള ആൾക്കാരൊന്നും അവരൊക്കെ സ്വയം തീർന്നോളൂ. അവരുടെ പരിപാടിയൊക്കെ സ്വയം തീർന്നോളൂ. നമ്മളതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇന്ത്യ ജയിക്കുക, എല്ലായിടത്തും ഇന്ത്യ ജയിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും പറയുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണ് ഈ പറയാനുള്ളത്. ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിൽ വിജയിച്ചു വരാൻ നമ്മുടെ ഇന്ത്യൻ ടീമിനാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.